താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണം തിരഞ്ഞു പോയാൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും പിശാചും അവൻ്റെ പ്രവൃത്തികളും തന്നെ ആ പ്രശ്നങ്ങൾക്ക് കാരണം. എന്നോട് ദേഷ്യം തോന്നണ്ട, ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നിരവധി പ്രശ്നങ്ങളാൽ ബാധിക്കപ്പെട്ട ഒത്തിരി പേർ കടന്നു വരുന്നതായി 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക മാത്രമല്ല, കർത്താവ് അങ്ങനെയുള്ളവരുടെ അടുക്കലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർ പ്രശ്നങ്ങളിൽ നിന്ന് വിടിവിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങുന്നതിനെക്കുറിച്ച് സുവിശേഷകന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്തസ്രവക്കാരിയായ സ്ത്രീ കർത്താവിനെ തൊട്ടു സൗഖ്യമായി മടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് കേട്ട വാക്കുകളെ മർക്കോസ് എന്ന എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാധ മാറി പോയി സമാധാനത്തോടെ സ്വസ്ഥമായിരിക്കുക. രക്തസ്രവം നിന്നപ്പോൾ കർത്താവ് പറയുന്നു, ബാധ പോയി, നിന്നിൽ നിന്ന് ബാധ വിട്ടുമാറി. കാരണം രക്തസ്രവത്തിന് കാരണം വചനം പറയുന്നു ബാധ, പിശാച്. ഒരു കൂനിയായ സ്ത്രീയുടെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെല്ലുന്നു. അവളെ തൊട്ടു, അവളെ നിവർത്തി. കർത്താവ് പറയുന്നു അശുദ്ധാത്മാവ് അവളെ വിട്ട് പോയി. ഊമനും കുരുടനുമായവൻ കർത്താവിൻ്റെ അടുക്കൽ സൗഖ്യമായി. അവനെ ഊമനും കുരുടനുമാക്കിയ ദുരാത്മാവ്, അശുദ്ധാത്മാവ് അവനിൽ നിന്ന് പുറത്തുപോയി. കാരണം ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് പിശാചും അവൻ്റെ പ്രവൃത്തികളും. തീർന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ച് കാര്യകാരണ സഹിതം വിശദീകരിക്കുന്ന ലേഖനങ്ങളിലൊന്നായ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അപ്പോൾ ഇതൊരു ആത്മമണ്ഡലമാണ്. ആത്മമണ്ഡലമായതുകൊണ്ട് തന്നെ സാധാരണക്കാരായ വിശ്വാസികളും ശുശ്രൂഷകരും കടന്നു ചെല്ലുവാൻ മടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. നമ്മളെപ്പോഴും ഭൗതിക ലോകത്തിൽ നിൽക്കുന്നവരാണല്ലോ, ആത്മലോകത്തിലേക്ക്. അപ്പോൾ ഇന്ന് അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത്. എങ്ങനെ സാധാരണക്കാരനായ ഒരു വിശ്വാസിക്കും ശുശ്രൂഷകനും പിശാചിൻ്റെ പ്രവർത്തികളെ തകർത്ത് പിശാചിനെ പുറത്താക്കുവാൻ കഴിയും. അപ്പോൾ ഈ മെസ്സേജ് ധ്യാനിക്കുവാനായി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു. ദർശനത്തിൽ ഞാൻ വിജനമായ സ്ഥലത്ത്, ഒരു വനപ്രദേശത്ത്, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലെത്തി. ഇരുട്ട് കൂടി വരുന്ന സമയം ആ മനുഷ്യൻ്റെ ചുറ്റുപാടും വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ കടന്നു വരുവാനായി തുടങ്ങി. അവയുടെ ശബ്ദം, മുരൾച്ച. ഒരു ഇര മരച്ചുവട്ടിലിരിക്കുന്നു. ആ മനുഷ്യനെ ലക്ഷ്യം വെച്ച് കുതിക്കുവാനായി മൃഗങ്ങൾ തയ്യാറെടുക്കുന്നു. ഞാൻ വല്ലാതെ ഭയന്നു പോയി. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ അടുക്കൽ ഒരു വിളക്ക് തെളിഞ്ഞു. ആ വിളക്കിൽ നിന്നുള്ള വെളിച്ചം അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ചെയ്യുകയും ആ മനുഷ്യനെ മൂടി നിന്നിരുന്ന ഇരുട്ട് മാറുകയും ചെയ്തു. ഒപ്പം ആ ഇരുട്ടത്ത് നിന്ന് ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ നിന്ന മൃഗങ്ങൾ ആ വെളിച്ചത്തിന് മുമ്പിൽ ഭയന്ന് പിന്നെയും ഇരുളിലേക്ക് തന്നെ ഉൾവലിഞ്ഞു. ആ മനുഷ്യനിൽ നിന്ന് ദൂരേക്ക് പോയി. എനിക്ക് സന്തോഷമായി. ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് എൻ്റെ അപ്പൻ എന്നോട് സംസാരിക്കുവാനായി പോകുന്നത്? കർത്താവ് പറഞ്ഞു ആ ദർശനത്തെക്കുറിച്ച്. ഒരു മനുഷ്യൻ ഇരുട്ടിലായിരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളായ, ഇരുട്ടിൻ്റെ അധികാരികളും അധിപന്മാരുമായ പിശാചുക്കളും ദുരാത്മാക്കളും അവനെ ആക്രമിക്കുവാൻ അവന് ചുറ്റും കൂടും, അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിന് അകത്തായിരിക്കും അവൻ. എന്നാൽ വെളിച്ചം ഉണ്ടാകുമ്പോൾ വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാക്കൾ വെളിച്ചത്തിൽ നിന്ന് പിന്മാറിപ്പോകും. ആ ആക്രമണ പദ്ധതികളെ ഉപേക്ഷിച്ച് അവർ പിൻവാങ്ങും. ആ വെളിച്ചം ഞാൻ തന്നെ. കർത്താവ് പറയുക, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ഒരുവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അവനെ ആക്രമിക്കുവാൻ, അവനെ മൂടി നിൽക്കുന്ന ഇരുട്ടിൽ നിന്ന് കടന്നു വരുന്ന പിശാചുക്കളും ദുരാത്മാക്കളും പിന്മാറിപ്പോകും. കർത്താവ് എന്നോട് പറയുക, ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ മെസ്സേജിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അവിധത്തിൽ പിശാചിനാലും പിശാചിൻ്റെ
പ്രവർത്തികളാലും പിടിക്കപ്പെട്ടവരായി തകർക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്നുണ്ട്. അതേ, നിങ്ങളോട് തന്നെ ആ വെളിച്ചം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരിക. ആ വെളിച്ചത്തിൽ പിശാചിൻ്റെ പ്രവർത്തികളും നിങ്ങളെ വിട്ട് മാറിപ്പോകും. അതേ സഹോദര, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ, പിശാചിൻ്റെ ബാധിപ്പുകൾ നിങ്ങളെ വിട്ട് മാറിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം, ദേവദാസനെ, എന്താണ് പിശാചിൻ്റെ പ്രവർത്തികൾ? അതെങ്ങനെയാണ് ഞങ്ങളെ ബാധിക്കുന്നത്? അനുഭവിക്കുന്നവരാണെങ്കിലും നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ വചനത്തിലൂടെ നിങ്ങൾക്ക് മറുപടി തരാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ വിധത്തിൽ വ്യക്തമാക്കുന്നു. പിശാച്, കള്ളൻ കടന്നു വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായല്ലോ. അതല്ലേ ആ ജോലി സ്ഥലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മോഷ്ടിക്കപ്പെടുകയാണ്. എന്ത്? നിങ്ങളുടെ അധ്വാന ഫലം മുടിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ തൊഴിൽ മേഖല, ആരോഗ്യം, നിങ്ങൾ തകർക്കപ്പെടുകയാണ്. ഓ സ്തോത്രം! അവിധത്തിൽ തകർക്കപ്പെട്ടവരായി, മോഷ്ടിക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന നിങ്ങളോട് തന്നെ വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ പിശാചിന്റെ പ്രവൃത്തി മുടിക്കുവാൻ, അറുക്കുവാൻ, മോഷ്ടിക്കുവാൻ കടന്നു വന്ന ആ പിശാചിന്റെ പ്രവൃത്തി അത് തകർക്കപ്പെടുക. ആ ബാധ നിങ്ങളെ വിട്ട് നീങ്ങിപ്പോകുക യേശുവിൻ നാമത്തിൽ. ആ തൊഴിൽ മേഖല വിട്ട് ആ ബാധ മാറിപ്പോകുക യേശുവിൻ നാമത്തിൽ. ആ പിശാച് വിട്ടുമാറുക. ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ചിലർ പുറത്തു വരുവാൻ പോകുക. സ്വസ്ഥതയില്ല, സമാധാനമില്ല, എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയാ അല്ലേ സഹോദര? കാരണം കണ്ടെത്തുവാൻ കഴിയാത്തൊരു അസ്വസ്ഥത. രാത്രി ഉറങ്ങുവാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും നാളെക്കുറിച്ച് ചിന്തിച്ചാൽ ഉത്കണ്ഠ മാത്രം. ഭയപ്പെടുന്ന അവസ്ഥ. ഇരുട്ടത്ത് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ക്രൂര മൃഗങ്ങൾക്ക് മധ്യത്തിലായിരിക്കുന്നത് പോലെ, അതല്ലേ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ചുറ്റി വളയുന്ന ക്രൂര മൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടിച്ച് കീറി, ആ ഭയപ്പെടുത്തുന്ന അവസ്ഥ. അതെ, അതിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. നീ സ്വസ്ഥമായി, സമാധാനമായി നിന്റെ തൊഴിൽ മേഖലയിലായിരിക്കുവാൻ പോകുക. ആ ബാധ വിട്ടുമാറുക. ജോലിയെ നശിപ്പിക്കുന്ന ആ പിശാച് ഇപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ പുറത്തു പോകുക. സ്തോത്രം. അതേ സഹോദരി, നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന പിശാചിന്റെ പ്രവൃത്തി, അതിന് കാരണഭൂതരായിരിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. പലരുടെ വാക്കുകളും ആ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. പലരും പിശാചിനാൽ പിടിക്കപ്പെട്ടവരായി നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുവാൻ എഴുന്നു വന്നു. അതിൽ പലരും നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാണസ്നേഹിതന്മാർ. ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നിനക്കൊപ്പം കഴിഞ്ഞവർ തന്നെ നിന്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു. സഹോദരി, നിന്നോട് തന്നെ ആ പിശാചിൻ്റെ പ്രവർത്തികളും ആ പിശാചിൻ്റെ ബാധിപ്പുകളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നിന്നെ വിട്ട് മാറിപ്പോവുക. ആ പിശാചിൻ്റെ പ്രവർത്തികൾ നിന്റെ മുമ്പിൽ തകർക്കപ്പെടുകയാണ്. നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ തക്കവണ്ണം എഴുന്നു നിൽക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ, ആ ഇരുട്ടിൻ്റെ അധികാര ശക്തികൾ ഇപ്പോൾ തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുക. ഇന്ന് നീ സ്വസ്ഥമായി ഉറങ്ങുവാൻ പോകുക. താങ്ക് ഗോഡ്. ഇതാണ് ആദ്യം നിങ്ങൾ എന്നോട് വിളിച്ചു പറയാനുള്ള സാക്ഷ്യം. ദേവദാസനെ, വളരെ നാളുകൾക്ക് ശേഷം ഞാൻ സുഖമായി ഉറങ്ങി. ഞെട്ടി ഉണരാതെ ഞാൻ സുഖമായി ഉറങ്ങി. ആ ഭീകര സ്വപ്നങ്ങൾ കാണാതെ ഞാൻ സുഖമായി ഉറങ്ങി. നീ അങ്ങനെ ഉറങ്ങുവാൻ പോകുക. അങ്ങനെ ഉണർന്ന് സന്തോഷത്തോടെ നീ എഴുന്നേൽക്കുവാൻ പോകുക. എന്തിനാ? ബാധ ഒഴിഞ്ഞ സ്വസ്ഥത അനുഭവിക്കാൻ. നിന്റെ കുടുംബജീവിതത്തിൽ തന്നെ പിശാചിന്റെ പ്രവർത്തികളും വിട്ടുമാറിയ സ്വസ്ഥത അനുഭവിക്കുവാൻ. അതേ സഹോദര, ആ സ്വസ്ഥത നീ അനുഭവിക്കുവാൻ പോകുക. അസ്വസ്ഥതയല്ല, സ്വസ്ഥത നീ അനുഭവിക്കുവാൻ പോകുക. ബാധ വിട്ടുമാറിയ നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് നിന്നെയും നിന്റെ ഭാര്യയും സെപ്പറേറ്റ് ആക്കി തീർത്ത, പൊളിച്ചു കളഞ്ഞ, മുടിച്ചു കളഞ്ഞ നിന്റെ കുടുംബജീവിതത്തിലെ സന്തോഷത്തെ മോഷ്ടിച്ച പിശാചിന്റെ പ്രവർത്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അത് പുറത്തു പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. എനിക്കറിയത്തില്ല, ഇന്ന് ചിലരുടെ ജീവിതത്തിലൊക്കെ സ്തോത്രം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുവാൻ പോകുക. ചില മോഷ്ടിക്കപ്പെട്ട ചിലരുടെ ജീവിതത്തിലേക്ക് തിരികെ വരിക. ശത്രു കവർന്നു കൊണ്ടുപോയ ചിലത്. അതേ മാതാവേ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ശത്രു കവർന്നു കൊണ്ടുപോയത് തിരികെ വരുവാൻ പോവുക. സ്തോത്രം. ആ ഇരുട്ട് മാറുമ്പോൾ, അവരുടെ ജീവിതത്തിൽ മൂടി നിൽക്കുന്ന ആ ഇരുട്ട് മാറുവാൻ പോവുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആ വെളിച്ചം ഇപ്പോൾ കത്തും. അവരുടെ ജീവിതത്തിൽ ആ വെളിച്ചം കത്തുവാൻ പോവുക യേശുവിൻ നാമത്തിൽ. ആത്മമണ്ഡലം വെളിപ്പെടുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇരുട്ടത്ത് മോഷ്ടിക്കപ്പെട്ടത്,
അവരെ മൂടി നിന്ന ആ ഇരുട്ടത്ത്, അവരായിപ്പോയ ആ ഇരുട്ടത്ത് മോഷ്ടിക്കപ്പെട്ടത് തിരികെ വരുവാൻ പോകുക. അവരുടെ നല്ല ഭാവി തിരികെ വരുവാൻ പോകുക. അവരുടെ ഉപജീവന മേഖല തിരികെ വരിക. അവരുടെ വിദ്യാഭ്യാസം ആ റിസൾട്ട് തിരികെ വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. യെസ്, പ്രാർത്ഥിക്കും മാതാവേ, അത് തിരികെ വരിക. ആ ഇരുട്ടത്ത് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ കത്തിയ വെളിച്ചത്തിൽ അത് തിരികെ വരിക. ഓ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, പിശാച് കവർന്നുകൊണ്ട് പോയത് തിരികെ വരിക. യെസ്, ആമേൻ. നീ ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ പോകുക. എത്ര ദിവസമായി സ്വസ്ഥമായി ഉറങ്ങിയിട്ട് നീ ഉറങ്ങാൻ പോവുക സമാധാനത്തോടെ. ഇപ്പം നല്ല ചൂടാ. ഈ ചൂടത്തും നീ സുഖമായി ഉറങ്ങുവാൻ പോവുക. ആ ഇരുട്ട് മാറി, ആ മുറിക്കകത്ത് മൂടി നിൽക്കുന്ന ഇരുട്ട് മാറി യേശുവിൻ നാമത്തിൽ. അവിടെ വെളിച്ചമുണ്ടായ കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ്, സ്തോത്രം. ആ രോഗമെന്ന പിശാചിന്റെ പ്രവൃത്തി അഴിഞ്ഞു മാറുക. ഓ സ്തോത്രം. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ രോഗമെന്ന പിശാചിന്റെ പ്രവൃത്തി, ആ ബാധിപ്പ് ഇപ്പോൾ അഴിഞ്ഞു മാറുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. രാത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന രോഗം, ഉറക്കമില്ല, കാല് തരിപ്പ്, അസ്വസ്ഥത, ഒരു വല്ല ശ്വാസമുട്ടൽ, ഓക്കെ, പ്രാർത്ഥിക്കുക. റെഡിയാണല്ലോ? ഇപ്പോൾ സൗഖ്യം. യെസ്, യേശുവിൻ നാമത്തിൽ റിസീവ് ഇറ്റ്. ആമേൻ. അത് പോയി. സ്തോത്രം. ആ കടം, അത് പിശാചിൻ്റെ പ്രവൃത്തി. അവൻ മോഷ്ടിച്ചതാ. ആ ലാഭത്തെ പിശാച് മോഷ്ടിച്ച് കൊണ്ടുപോയി. നിന്റെ അധ്വാന ഫലത്തെ ആ ബിസിനസ്സിൽ നിന്ന്, നിന്റെ സ്ഥാപനത്തിൽ നിന്ന്, നിന്റെ കച്ചവടത്തിൽ നിന്ന് പിശാച് മോഷ്ടിച്ച് കൊണ്ടുപോയി. ഇരുട്ടിൽ അത് കവരപ്പെട്ടു, വെളിച്ചത്തിൽ അത് തിരികെ വരിക. യെസ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ ബിസിനസ്സിൽ നിന്ന്, തൊഴിൽ മേഖലയിൽ നിന്ന് പിശാചിന്റെ പ്രവൃത്തികൾ തകർക്കപ്പെട്ട് ആ ബാധിപ്പുകൾ വിട്ടുമാറുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോ അത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുക. പിശാചിന്റെ പ്രവൃത്തികൾ തകർക്കപ്പെടുന്നു, പിശാച് പുറത്തു പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയം ഉണ്ടായി. 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ വളരെ അനുഗ്രഹീതമായൊരു സാക്ഷ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്തിനെക്കുറിച്ചുള്ള സാക്ഷ്യം? ഭൂതോച്ചാടനത്തെക്കുറിച്ചുള്ള സാക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു മനുഷ്യനിൽ നിന്ന് പിശാച് അഥവാ അശുദ്ധാത്മാവ് പുറത്തു പോകുന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യം. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? കഫർന്നഹൂമിലെ ഒരു പള്ളിയിൽ. ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അല്പം ഒന്ന് ഇറങ്ങി എനിക്കൊപ്പം വരുവാൻ തയ്യാറാകുമെങ്കിൽ ഈ മെസ്സേജ് എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ആത്മീയ ജീവിതത്തിലും എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ നിങ്ങൾക്കും പ്രയോജനപ്പെടും. ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ ഇങ്ങനെ പോകാം. അപ്പോൾ നോക്കിയേ, ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ഒന്നുകൂടെ പറയാം. ഇത് കഫർന്നഹൂമിലെ ഒരു പള്ളിയിലാണ് സംഭവിക്കുന്നത്. പള്ളിയിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്കറിയാം. അവിടെ ആരാധനയുണ്ട്, വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഒപ്പം നിങ്ങൾ സമ്മതിക്കാത്ത അല്ലെങ്കിൽ അറിവില്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു: അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുമുണ്ട്. ശ്രദ്ധിക്കുക, ഈ പള്ളി ഭൗതിക മണ്ഡലം അഥവാ സാധാരണ വിശ്വാസിയും ശുശ്രൂഷകരുമൊക്കെ നിൽക്കുന്ന ആ ഒരു റലം. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഒപ്പം തന്നെ പിശാച് ബാധിച്ചവരുമുണ്ട്. മനസ്സിലായില്ലേ? അവിടെ എല്ലാം ഉണ്ട്. കഴിവുള്ളവർ പാടുന്നു, വചനം അറിയാവുന്നവർ പ്രസംഗിക്കുന്നു, പ്രാർത്ഥനയും അങ്ങ് സംഭവിക്കുന്നു. പക്ഷേ പിശാചുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. ഈ പള്ളിക്കകത്ത് വന്ന ഉടനെ പിശാച് വിട്ടുപോയോ? വിട്ടുപോയില്ല. പിന്നെ എപ്പോഴാണ് പിശാച് മാറിപ്പോയെ? ഒരു സ്പിരിച്വൽ റലം വെളിപ്പെട്ടപ്പോൾ. അതേക്കുറിച്ച് പറയാം. ഇന്നും ഈ സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ ഭൂതോച്ചാടന ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷിക്കുന്ന പള്ളികളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ അനേകരെ കൊണ്ടുവന്ന്, ഭൂതം ബാധിച്ച് അനേകരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ചിലരെ ബന്ധിച്ചിട്ടിരിക്കും. എന്തിനാ? ഈ സ്പിരിച്വൽ റലം വെളിപ്പെടുമ്പോൾ ഇവരിൽ നിന്ന് പിശാച് പുറത്തു പോകാൻ വേണ്ടി. വീണ്ടും പറയാം, വന്ന ഉടനെ പോകത്തില്ല. ആ സ്പിരിച്വൽ റലം വെളിപ്പെടുമ്പോൾ പിശാച് പുറത്തു പോകും. അപ്പോൾ പള്ളിയിൽ എന്തൊക്കെയുണ്ട്? ഒന്നുകൂടെ
പള്ളിയിൽ ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്, ഒപ്പം പിശാചുമുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളുമുണ്ട്. ഈ പള്ളിയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിലും 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും നമ്മളുമായി ഉപമിച്ചിരിക്കുന്നത്, അഥവാ ഭക്തരുമായി ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ പ്രസക്തമായ അടുത്ത ചോദ്യം. ഈ പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് നമ്മൾ ആരോടാ പറയുന്നത്? വിശ്വാസികളോട്. സ്വാഭാവികമായിട്ടും ആണോ? അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഒരു മറുചോദ്യം, ദൈവദാസനെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ പ്രസംഗം കേൾക്കുന്ന എന്നെ എങ്ങനെ പിശാച് പിടിക്കും? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തികൾ ഫലിക്കും? എങ്ങനെ ശാപം ഫലിക്കും? എങ്ങനെ മന്ത്രവാദം ഫലിക്കും? എങ്ങനെ ആഭിചാരം ഫലിക്കും? എങ്ങനെ വിടക്ക് കണ്ണും ദൃഷ്ടിദോഷവും എൻ്റെ ജീവിതത്തിൽ ദോഷമായി വരും? ഇല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ഈ സംശയം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. അതിനുള്ള ഉത്തരവാണ് അവിടെ. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ഭൗതിക ലോകത്തിൽ നിൽക്കുന്ന വിശ്വാസി, ഒപ്പം തന്നെ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനും, അഥവാ പിശാചിൻ്റെ പ്രവൃത്തികളുമുണ്ട്. ഇനി നോക്കിയേ, ആ സ്പിരിച്വൽ റെലം അതിനകത്ത് വെളിപ്പെടുകയാണ്. എപ്പോഴുമല്ല, അതിനകത്ത് വെളിപ്പെടുകയാണ്. ആ വെളിപ്പെടുന്ന സമയത്ത്, അഥവാ കർത്താവായ യേശു ക്രിസ്തു ആ വെളിച്ചം അതിനകത്ത് വരുമ്പോൾ ആ ഇരുട്ട് മാറുകയാണ്. ഇരുട്ടിൻ്റെ അധിപതിയായ പിശാച് പുറത്തു പോകുന്നു. മനസ്സിലായോ? സ്പിരിച്വൽ റെലം വെളിപ്പെട്ടപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തി അഴിഞ്ഞു മാറി. ഇതെപ്പോഴുമില്ല, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. പള്ളിയിൽ എപ്പോഴും ഉള്ളത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാണ്. ഒപ്പം അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനും അശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തികളും. വിടുതൽ എപ്പോഴാണ് ഉള്ളത്? സ്പിരിച്വൽ റെലം വെളിപ്പെടുമ്പോൾ, ആത്മമണ്ഡലം വെളിപ്പെടുമ്പോൾ. അപ്പോൾ പിശാച് പുറത്തു പോകണമെങ്കിൽ, അവൻ്റെ പ്രവൃത്തികൾ അഴിയണമെങ്കിൽ എന്തു വേണം? പാട്ടുണ്ടായാൽ മാത്രം പോരാ, വചനമുണ്ടായാൽ മാത്രം പോരാ, പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം പോരാ, സ്പിരിച്വൽ റെലം വെളിപ്പെടണം. അതെങ്ങനെ സാധ്യമായി തീരും? പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആ സ്പിരിച്വൽ റെലം വെളിപ്പെടും. അപ്പോൾ ഈ സ്പിരിച്വൽ റെലം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഭൂതോച്ചാടന ശുശ്രൂഷ ചെയ്യുന്നവരുടെ ആലയങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് താമസിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉയരുമ്പോൾ ഈ സ്പിരിച്വൽ റെലം വെളിപ്പെടും. ആ സമയത്ത് ഇവരുള്ള പിശാച് ഇവരെ വിട്ട് പുറത്തു പോകും. കാരണം കർത്താവായ യേശു ക്രിസ്തു, അതിനെ ഞാൻ ആ സ്പിരിച്വൽ റെലം എന്ന് പറഞ്ഞത്, ആ വെളിച്ചം ആ ആലയത്തിനകത്ത്, അതൊരു കെട്ടിടമായിരിക്കാം, അതൊരു വ്യക്തി, എവിടെ അത് നിറയുമ്പോൾ അതിൽ ബാധിച്ചിരിക്കുന്ന അവിടെ ഉള്ള പിശാചുക്കളും പിശാചിൻ്റെ പ്രവൃത്തികളും അഴിഞ്ഞു മാറി അവിടം വിട്ട് പോകും. അപ്പോൾ ഈ കഴിഞ്ഞ 31 ദിവസം ജനുവരി മാസം മുഴുവനും പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിയുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ ഞങ്ങളോട് ചോദിച്ചൊരു കാര്യമാണ്, ദൈവദാസനെ ഈ കൊറോണ സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഉപവസിക്കേണ്ട കാര്യമെന്താ? അതിനുള്ള ഉത്തരം ഇതാണ്. നമ്മൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. അവിടെ പിശാചും പിശാചിൻ്റെ പ്രവൃത്തികളുമുണ്ട്. അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ ആത്മമണ്ഡലം വെളിപ്പെടണം. ആത്മമണ്ഡലം വെളിപ്പെടണമെങ്കിൽ ഉപവാസം മസ്റ്റാണ്. പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ മധ്യത്തിൽ മാത്രമേ ആത്മമണ്ഡലം വെളിപ്പെടത്തുള്ളൂ, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറത്തുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, എന്താണ് പിശാചിൻ്റെ പ്രവൃത്തികൾ? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക, നിങ്ങളെ തകർക്കുവാനും നിങ്ങളെ നശിപ്പിക്കുവാനും നിങ്ങളെ മോഷ്ടിക്കുവാനും തക്കവണ്ണം വെളിപ്പെട്ട് നിൽക്കുന്ന പിശാചും പിശാചിൻ്റെ പ്രവൃത്തികളും അഴിഞ്ഞു മാറണമെങ്കിൽ സ്പിരിച്വൽ റെലം വെളിപ്പെടണം. പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റാണ്. അപ്പോൾ ആ സാധാരണ വിശ്വാസിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന വിശ്വാസിയിലേക്ക് വരണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സ്പിരിച്വൽ റെലം വെളിപ്പെടണം. അതിന് പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യം. അപ്പോൾ നോക്കിയേ, ഈ സ്പിരിച്വൽ റെലം വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 32-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അവൻ അധികാരത്തോടെ ശുശ്രൂഷിച്ചു, അല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ അധികാരമുള്ളതായി തീർന്നു. അപ്പോൾ സ്പിരിച്വൽ റെലത്തിനകത്ത് മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ വാക്കുകൾക്കും അധികാരം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. ആ അധികാരമാണ് പിശാചിനെ പുറത്താക്കിയത്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അധികാരമില്ലാതെ നമ്മൾ എത്ര ബഹളം വെച്ചാലും തുള്ളിയാലും ചാടിയാലും പിശാചൊന്നും പുറത്തു പോകത്തില്ല. അതാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഭൂതവും ശുശ്രൂഷകനും തമ്മിൽ വാഗ്വാദമാണ്. പിശാച് ഒന്ന് പറയുന്നു,
ശുശ്രൂഷകൻ വേറെന്ന് പറയുന്നു. തർക്കമാണ്. രണ്ടുപേരും ആര് ജയിക്കും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ പേടിപ്പിച്ചൊന്നും പിശാചിനെ ഓടിപ്പിക്കാമെന്ന് ആരും നോക്കണ്ട. നമ്മുടെ നാക്കിൻ്റെ ബലത്തിൽ ഓടുന്നവനല്ല പിശാച്. അവൻ അതിലും വലിയ കൗശലക്കാരന്. അപ്പോൾ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. പിന്നെ അധികാരം വേണം. അധികാരം എവിടെയാണ് വെളിപ്പെടുന്നത്? സ്പിരിച്വൽ റലത്തിലാണ് അധികാരം വെളിപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ആ സ്പിരിച്വൽ റലത്തിനകത്ത് കയറി നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറഞ്ഞാൽ പിശാച് വിട്ടുപോകും. ഒരു അനക്കം പോലും കേൾക്കത്തില്ല. ആമേൻ. നിങ്ങൾ ആ സ്പിരിച്വൽ റലത്തിലെത്തുമ്പോൾ നിങ്ങളുടെ മേൽ നിൽക്കുന്ന സകല പൈശാചിക വെല്ലുവിളികളും മാറിപ്പോകും. നിങ്ങൾ ആ സ്പിരിച്വൽ റലത്തിനകത്തെത്തുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചികമായ ബാധിപ്പുകൾ മാറിപ്പോകും. നിങ്ങൾ ആ സ്പിരിച്വൽ റലത്തിനകത്തെത്തുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പൈശാചികമായ ബാധിപ്പുകളുണ്ടോ, അതൊരു പക്ഷേ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം, തലമുറകളുടെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, എവിടെയൊക്കെ ആ ബാധിപ്പുകളുണ്ടോ അതൊക്കെ വിട്ടുപോകും. നിങ്ങൾക്ക് അധികാരമുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ അവിടെ മാത്രമേ ഈ പ്രാർത്ഥനയും ശാസനയും ഒക്കെ ഫലിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സമയം കളയാവുന്നേ ഉള്ളൂ. പലരുമുണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇല്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും തന്നെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. തൊണ്ട പോകുന്നത് മാത്രം മിച്ചം. ഒരു വ്യത്യാസവും ഇല്ല. കാരണം അധികാരം വെളിപ്പെടുന്നില്ല. അധികാരം ഈ സ്പിരിച്വൽ റലത്തിനകത്താണ് വെളിപ്പെടുന്നത്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ പിശാച് അനുസരിക്കും. കാരണം ആ അധികാരത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒരിക്കൽ ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഭവനത്തിൽ കടന്നുപോയി. അപ്പോൾ കുഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, പൊടി കുഞ്ഞല്ല, 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകൊച്ച്. അതുകൊണ്ടാണ് കുഞ്ഞെന്ന് പറഞ്ഞത്. MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് പഠിത്തമൊക്കെ തീർന്നു മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ മുറിക്കകത്ത് തന്നെ ഇരിക്കുക. ഇതാണ് വിഷയം, ഞങ്ങളെ വിളിക്കുവാനുള്ള കാരണം. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ എന്തുകൊണ്ട് ആ കുഞ്ഞ് പുറത്തിറങ്ങാതെ മുറിക്കകത്തിരിക്കുന്നു? കാരണം ദൈവാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയത് അതുപോലെ അവരോട് പറഞ്ഞാൽ അവർ ചിരിക്കും, പരിഹസിക്കും, വേറെ വേലയില്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരു ദിവസം ഉപവാസമായിട്ട് വീട്ടിനകത്തിരിക്കുക. ഉപവാസം തീരുമാനിച്ചു. ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥന തുടങ്ങി. ആ ഒരു പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉള്ള ഭവനമാണ് ഭൗതിക ലോകത്തിൽ. മനസ്സിലായില്ലേ? ആ പള്ളിയുടെ അവസ്ഥ എല്ലാം ഉണ്ട്. നല്ല മറ്റുള്ളവരുടെ കണ്ണിൽ ആത്മീയമായി നല്ല ഉയർന്ന ഭവനമാണ്. പക്ഷേ ഉപവാസം വെളിപ്പെട്ടപ്പോൾ ആ ഭവനത്തിനകത്ത് സ്പിരിച്വൽ റലം വെളിപ്പെട്ടു. അപ്പോൾ സ്പിരിച്വൽ റലം വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാൻ തുടങ്ങി. ആ പിശാചിൻ്റെ പ്രവൃത്തി അഴിഞ്ഞു. ആ കുഞ്ഞ് ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ തന്നെ ഛർദ്ദിച്ചു. ആ ഇടയ്ക്കൊന്നും ആ കുഞ്ഞ് കഴിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണ സാധനം പുറത്തു വന്നു. അതാണ് നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചു തരാം. 35 യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ഒരു അടയാളം. അപ്പോൾ പിശാച് പുറത്തു പോയി എന്നുള്ള അടയാളം അവിടെ കൊടുക്കുകയാണ്. പിശാച് പുറത്തു പോയാൽ അത് അറിയാൻ കഴിയും. ആമേൻ. പിശാച് പുറത്തു പോയി, ആ ബന്ധനം അഴിഞ്ഞു, ബാധ വിട്ടുമാറി, ആ രക്തസ്രവം നിന്ന് സ്വസ്ഥത അനുഭവിച്ചതുപോലെ അതറിയാൻ പറ്റും. അപ്പോൾ അടയാളം പുറത്തു വന്നു. അടയാളം പുറത്തു വന്നപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. ഇന്നതാണ് ആ കുഞ്ഞിന് ഉള്ളിലുണ്ടായിരുന്ന കൈവശം. അവളുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാൻ ആ കുടുംബത്തിലാരും ഡോക്ടറാവാൻ പോകുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയൊരു പണിയാണ്. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തി, പ്രാർത്ഥനയും ആരാധനയും ഒക്കെയുള്ള ആ വീട്ടിനകത്ത് അതിനകത്തുണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല. പക്ഷേ ആ സ്പിരിച്വൽ റലം വെളിപ്പെട്ടപ്പോൾ അത് പുറത്തു പോയി. ആ കുഞ്ഞ് സന്തോഷത്തോടെ പഠിക്കാൻ പോകാൻ തുടങ്ങി. ഇപ്പോൾ 3rd ഇയർ ആയിരിക്കും, പുറത്തിറങ്ങി. ആമേൻ. അപ്പോൾ അവരുടെ ഡൗട്ട് ഇതായിരുന്നു, ദൈവദാസനെ വല്ല ഡ്രഗ്സോ വല്ലോ ആണോ? ഇന്നത്തെ പിള്ളേരെ അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ വാ തുറക്കത്തില്ല. നല്ല സ്മാർട്ട് കൊച്ചാ. ഞങ്ങളും ഈ ഭൂതമൊക്കെ പുറത്തു പോയതിന് ശേഷം ആ കുഞ്ഞിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കുമ്പോഴേ അറിയാമെന്നുള്ളൂ. ഈ കുഞ്ഞാണോ അന്ന് വായു അടച്ച് മുറിക്കകത്തിരുന്നേ? ഒന്നും മിണ്ടത്തില്ല. നല്ല സ്മാർട്ട് കൊച്ച്. വായൊക്കെ അടപ്പിച്ച് മുറിക്കകത്ത് ഒതുക്കി കളഞ്ഞു. ഇല്ലേ? ഒതുക്കിയിട്ടില്ലേ ചിലതിനെ വീട്ടിനകത്ത് പുറത്തിറങ്ങാതെ? നിൻ്റെ ആ തലമുറയെ ഒന്നിനും കൊള്ളാത്തവനാക്കി അവൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്ത് പ്രയോജനമില്ലാതെ മുറിക്കകത്ത് ഒതുക്കിയിട്ടില്ലേ?
സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, അതിനകത്തിരുന്ന് ഉപവസിക്കുവാൻ തയ്യാറാണോ? ആത്മമണ്ഡലം വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ ഒതുക്കി കളഞ്ഞത് പുറത്തു വരുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ചില മുറിക്കകങ്ങളിൽ ഒതുക്കപ്പെട്ടു പോയത് പുറത്തു വരിക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക. പിശാച് അങ്ങനെയാ, ഒതുക്കിക്കളയും, ഇല്ലാതാക്കി കളയും, ഒന്നിനും കൊള്ളാതാക്കി കളയും. സ്തോത്രം. പ്രയോജനപ്പെടേണ്ട, അനേകർക്ക് പ്രയോജനപ്പെടേണ്ട മക്കളാ, പക്ഷെ കൊള്ളാതാക്കി. നിനക്കും നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിനും പ്രയോജനപ്പെടേണ്ട ബിസിനസ്സാ, ആ കച്ചവടമാണ്, അതിനെ ഒതുക്കി കളഞ്ഞു. അയ്യോ, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ സ്പിരിച്വൽ റലം വെളിപ്പെട്ടാൽ അത് പുറത്തു വരും. ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒതുക്കി കൂട്ടിയ സ്ഥാനത്തു നിന്ന്, രോഗിയാക്കി ഒതുക്കി കൂട്ടിയ സ്ഥാനത്തു നിന്ന്, കടം കയറ്റി ഇല്ലാതാക്കി ഒതുക്കി കൂട്ടിയ സ്ഥാനത്തു നിന്ന് ചിലത് പുറത്തു വരുവാൻ പോവുക. അവൻ എപ്പോഴാ? സ്പിരിച്വൽ റലം വെളിപ്പെടുമ്പോൾ. അപ്പോൾ സാധാരണ വിശ്വാസി അവൻ വിചാരിച്ചാൽ മതി, ഈ ഭൂതവും പിശാചും ആഭിചാരവും കെട്ടുകളും എല്ലാം പൊട്ടും. എന്തു ചെയ്യണം? ആ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് പാട്ടും പ്രാർത്ഥന ആരാധനയൊക്കെയുള്ള എല്ലാം ശരിയാണ്, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സ്പിരിച്വൽ റലത്തിലേക്ക് ഇറങ്ങണം. പ്രാർത്ഥനയും ഉപവാസവും ഈ ദിവസങ്ങളിൽ അത് കൂടുതൽ നമുക്ക് ആവശ്യം. കാരണം അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ സ്നേഹമില്ല, എല്ലാവർക്കും അസൂയയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചാൽ അടുത്ത ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച കാണണം. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. അവർ തന്നെയാണ് നന്നാവുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അവർക്ക് നല്ല കുടുംബജീവിതങ്ങൾ ഉണ്ടാകണമെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദേശത്തിലവർ മാനിക്കപ്പെടണമെങ്കിൽ, ഇന്നവരായിരിക്കുന്ന മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, ദുശീലങ്ങൾ അവരെ വിട്ട് മാറണമെങ്കിൽ സ്പിരിച്വൽ റലം ഭവനത്തിനകത്ത് വെളിപ്പെടണം. യെസ്, ആമേൻ. ആലയങ്ങൾക്കകത്ത് ആ സ്പിരിച്വൽ റലം വെളിപ്പെടണം. ചിലപ്പം ചിലതൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ആത്മമണ്ഡലം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചിലതൊന്നും നിൽക്കത്തില്ല. ഒന്നുകിൽ നന്നാവും, അല്ലെങ്കിൽ ഓടും. അപ്പോൾ ഓടുന്നത് കണ്ടിട്ട് പേടിക്കണ്ട. യൂദ പോയ പോക്കാ. കർത്താവ് വിചാരിച്ചിട്ടുപോലും അവനെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ മാനസാന്തരപ്പെടാത്ത ചിലതുണ്ട്, അതൊന്നും നിൽക്കത്തില്ല. അങ്ങനെ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പല ദൈവദാസന്മാരുടെ സങ്കടം ഇതാ, ദൈവദാസനെ അവർ മാറിയില്ലല്ലോ. ചിലർ മാറത്തില്ലെന്നേ, യൂദയൊന്നും മാറത്തില്ല. അവൻ കൂടെ നിന്നാൽ നിന്നെ പിടിച്ച് വിൽക്കും. സ്തോത്രം. വെറുതെ പറഞ്ഞതല്ല, സീരിയസാണ്. ആത്മമണ്ഡലം വെളിപ്പെട്ടാൽ ഒരുമാതിരിപ്പെട്ട ഒന്നും നിൽക്കത്തില്ല. ഈ അണക്കെട്ട് തുറന്നു വിടുന്നത് പോലെയാണ്. അണക്കെട്ട് തുറന്നു വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അകത്ത് കിടക്കുന്ന ചപ്പും ചവറും അഴുക്കും എല്ലാം കുത്തി ഒലിച്ചങ്ങ് പോകും. പിന്നെ വരുന്നത് തെളിഞ്ഞ വെള്ളമാണ്. താങ്ക് ഗോഡ്, ദൂത. ആമേൻ. ആത്മമണ്ഡലം വെളിപ്പെട്ട ദേവദാസനെ കൂടി കിടക്കുന്ന കുറേ അഴുക്കൊക്കെ അങ്ങ് പോകും. പിന്നെ തെളിഞ്ഞ വെള്ളമാണ്. സ്തോത്രം, ആമേൻ, താങ്ക് ഗോഡ്. അപ്പോൾ സ്പിരിച്വൽ റലം വെളിപ്പെടണം. അപ്പോൾ നോക്കി, സ്പിരിച്വൽ റലം വെളിപ്പെട്ടു. അധികാരത്തോടെ കർത്താവ് ശാസിച്ചു. എന്താ സംഭവിച്ചേ? പിശാച് പുറത്തുപോയി, അശുദ്ധാത്മാവ് പുറത്തുപോയി. തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാവർക്കും വിസ്മയമായി 36 നീ ഒരു വിശ്വാസിയായി, ഒരു ഭക്തനായി, ശുശ്രൂഷകനായി പലർക്കും അപമാനമായിരിക്കുക. ആമേൻ. പലരും സഹിച്ച് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് അയ്യോ ഭയങ്കര വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്നും പ്രശ്നം, എന്നും പ്രതികൂലം, എന്നും വെല്ലുവിളി. ഇതിനൊരു മാറ്റം. ഇത് ഭൗതിക മണ്ഡലത്തിൽ കിടന്ന് കളിച്ചത് കൊണ്ട് കാര്യമില്ല. ആത്മമണ്ഡലത്തിലേക്ക് വാ, നീ ഒരു വിസ്മയമാകും. ജനം പറയും, സ്തോത്രം, അവനോടൊപ്പം ദൈവമുണ്ട്, അവൻ കൽപ്പിച്ചാൽ ഭൂതങ്ങൾ പുറത്തു പോകും, പിശാച് വാരികെട്ടിക്കൊണ്ട് ഓടും. ആമേൻ. വിസ്മയമായി. തുടർന്ന് 37 പറയുന്നു, അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള ദേശമൊക്കെയും പരന്നു. നിങ്ങളൊരു വിശ്വാസിയാണെന്ന്, നിങ്ങളൊരു ഭക്തനാണെന്ന്, നിങ്ങളൊരു ശുശ്രൂഷകനാണെന്ന് 4 ആൾ അറിയാൻ ആത്മമണ്ഡലം വെളിപ്പെട്ടാലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെയും അപമാനമായി ഇരിക്കുന്ന സ്ഥാനത്തിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ പ്രൈസർ ഫാമിലി സഹോദരങ്ങളെ, നിങ്ങൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നിങ്ങളൊരു ആശ്ചര്യമായി മാറണമെന്നുണ്ടെങ്കിൽ, നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ അത്ഭുതത്തോടെ നിങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറാകും.
ആ സ്പിരിച്വൽ റലം വെളിപ്പെടും. അപ്പോൾ പ്രാർത്ഥന ഉപവാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ഥാനത്താണ്. പ്രൈസർ ഫാമിലി, പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ മറ്റൊരു കളിയുമില്ല. താങ്ക് ഗോഡ്. അപ്പോൾ അവിധത്തിൽ പിശാചിനാൽ നിങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു, പിടിക്കപ്പെട്ടിരിക്കുന്നു, തകർക്കപ്പെട്ടിരിക്കുന്നു, മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു വിഷയവും കൂടെ ഉണ്ട്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ പിശാച് കയറി പ്രവർത്തിക്കുന്നു? അതറിയണ്ടേ? അത് നാളെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ കണ്ടോടോ, ഞങ്ങളുടെ വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് മധ്യത്തിൽ ആ സ്പിരിച്വൽ റലം വെളിപ്പെടട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വെളിപ്പെട്ടു നിന്ന് ആ വലിയ ദൈവസാന്നിധ്യം അധികാരത്തോടെ യേശുവിൻ നാമത്തിൽ അടിയൻ ഇപ്പോൾ കൽപ്പിക്കുമ്പോൾ ദുരാത്മാവിൻ്റെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട് രോഗികളായി തീർന്ന ചിലർ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ പൈശാചിക ബന്ധനങ്ങൾ, കൈവശങ്ങൾ, ആഭിചാര പോരുകൾ, അത് മുഖാന്തരമുള്ള രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കിയ കൃപയ്ക്കായി ആ കെട്ടുകൾ പൊട്ടട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായുള്ള ബന്ധനങ്ങൾ അറിയട്ടെ. മോഷ്ടിക്കുന്ന, തകർക്കുന്ന, മുടിക്കുന്ന പൈശാചിക പ്രവർത്തികൾ തകർക്കപ്പെടട്ടെ. ജോലികൾ ഉണ്ടാകട്ടെ, പുതിയ ജോലികൾ ഉണ്ടാകട്ടെ, ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ കടവും മാറട്ടെ, എല്ലാ ബാധിപ്പുകളും മാറട്ടെ. കടത്തിൽ നശിപ്പിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ, കൊന്നുകളയുവാനുള്ള പിശാചിൻ്റെ പ്രവർത്തികൾ, ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പുറത്തു വരട്ടെ. ആത്മഹത്യ ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം എഴുന്നു നിൽക്കുന്ന ആ പിശാച് വിട്ടുമാറട്ടെ. കുടുംബജീവിതത്തെ തകർത്ത്, സഹോദരി നിന്നെ കൊന്നുകളയുവാൻ തക്കവണ്ണം നിൽക്കുന്ന ആ പിശാച് പ്രാർത്ഥിക്കുക, ഇപ്പോൾ അത് വിട്ടുമാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതത്തിന് വിരോധമായുള്ള പൈശാചിക ബന്ധനങ്ങൾ, ആഭിചാരങ്ങൾ വിട്ടുമാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. അവരുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനും വിരോധമായി കെട്ടി ബന്ധിക്കുന്ന കെട്ടുകൾ പൊട്ടിമാറട്ടെ. അവരെ ഒതുക്കി കളയുന്ന പൈശാചിക പോരുകൾ അഴിയട്ടെ. അമേൻ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ. പിശാച് അവരിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി അവരുടെ സന്തോഷം, നല്ല സമയം, നല്ല കാലം, സമ്പത്ത് തിരികെ വരട്ടെ. സ്വന്തം ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ. വിറ്റ് നശിപ്പിച്ച് കളഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നവർ നശിപ്പിച്ച് കളയിപ്പിച്ച് ആ പിശാചിൻ്റെ പ്രവർത്തികൾ തകർക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വിൽക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നവരായി മാറട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹമായി തീരട്ടെ. അമേൻ. സ്തോത്രം. അനേകർ കർത്താവിന് വേണ്ടി ആദായപ്പെടുന്ന നാളുകളായി മാറട്ടെ. കൊറോണ മുഖാന്തരമുള്ള ബാധിപ്പുകൾ മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി അവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാത്ത നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും, ദൈവം അനുവദിച്ചാൽ. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.